ഭദ്രേ നിന്നെ സ്തുതിക്കാൻ ചതുർവദനനുമിയമാകില്ല. ചിന്തിച്ചു കണ്ടാൽ ഭാവാതീതാതിഭൂരി പ്രതിത ഗുണഗണേ പിന്നെയാർക്കിങ്ങു സാധ്യം. ഭാവം നിന്നിൽ സമർപ്പിച്ചഹമിഹ പരമാനന്ദതേ കൂപ്പിടുന്നേൻ. ഭംഗ്യാവന്നെന്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 34-ാമത്തെ അധ്യായങ്ങളാണ് നമ്മൾ അവലോകനം ചെയ്ത് നിർത്തിയത്. അടുത്ത 35-ാമത്തെ അധ്യായത്തിലേക്ക് പോകുന്നു. മറ്റ് നരകങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇവിടെ യമധർമ്മൻ ഉപദേശിക്കുന്നത്. ദേവസേവാം വിനാ സാധ്വീന ഭവേത് കർമ്മഗൃന്ധനം ശുദ്ധകർമ്മ ശുദ്ധബീജം നരകശ്ച കുകർമ്മണ. ദേവസേവ കൂടാതെ കർമ്മക്ഷയം സംഭവിക്കുകയില്ല. ശുഭകർമ്മങ്ങൾ ചെയ്യുന്നതിന് അടിസ്ഥാനം ശുഭകർമ്മങ്ങൾ തന്നെയാണ്. നിന്ദ്യകർമ്മങ്ങൾ ചെയ്താൽ നരകാദി ഫലങ്ങളുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അത്തരം നിന്ദ്യകർമ്മങ്ങൾ ചെയ്യുന്ന പുംഛലികളിൽ നിന്നും അന്നം ഭുജിക്കുന്നവന് മരണശേഷം കാലസൂത്ര നരകത്തിലെ പോയി കിടക്കേണ്ടി വരും. പതിവ്രതകൾക്ക് ഒരു പതിയെ ഉണ്ടാവുകയുള്ളൂ. അല്ല, തൻ്റെ പതിയെ വഞ്ചിച്ചുകൊണ്ട് ആരെങ്കിലും ആയിട്ട് പതിയായി സ്വീകരിക്കുകയോ മറ്റേതെങ്കിലും പുരുഷനോടുകൂടി ബന്ധം വയ്ക്കുകയോ അവരൊക്കെയാണ് ഈ പുംഛലികൾ എന്ന് പറയുന്നത്. അതായത് 2-3 ഭർത്താക്കന്മാരെ ഒരേ സമയം വെച്ചുകൊണ്ട് നടക്കുന്നവള്, ഇനി 5-6 ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളവരെ വെച്ചിരിക്കുന്നവളെ വേശ്യ, 8 ഭർത്താക്കന്മാരോ കൂടുതലോ വെച്ചിരിക്കുന്നവളെ പുങ്കി എന്നൊക്കെ ശാസ്ത്രങ്ങളിൽ പേര് പറയുന്നുണ്ട്. അവരിൽ നിന്നുമൊക്കെ അന്നം ഭുജിക്കുന്നത് പാപങ്ങൾക്ക് നരകത്തിൽ പോകാനായിട്ട് കാരണമായി തീരും. പിന്നെ അവരിൽ ഓരോരുത്തരിൽ നിന്നും നമുക്ക് കിട്ടുന്നതായിട്ടുള്ള പാപഫലങ്ങളെയൊക്കെയാണ് അവിടെ ദീർഘമായിട്ട് കുറച്ച് ശ്ലോകങ്ങളിൽ കൂടിയിട്ട് പറഞ്ഞു വരുന്നത്. അതൊന്നും ഞാനിപ്പോഴേ വിശദമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ആ നരകങ്ങളൊക്കെ അധികം കേൾക്കാതെയും പറയാതെയും പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയാണ്. ഈ മേൽപ്പറഞ്ഞതായിട്ടുള്ള ഈ 4-5 വിധത്തിലുള്ള വേശ്യാവൃത്തികളെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. അങ്ങനെയുള്ള സ്ത്രീകളുമായിട്ട് സംബന്ധം വയ്ക്കുന്നവരും അങ്ങനെ തൻ്റെ സ്വന്തം പതിവ്രതയായിരിക്കുന്ന പത്നിയോട് ദോഷം ചെയ്യുന്നവരും ഒക്കെ ഏതേത് നരകത്തിൽ പോകും, എത്ര നരകങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവിടെ ദീർഘമായിട്ട് പറയണത്. ദേവി ഭാഗവതം പോലെയുള്ള ഭാഗവതങ്ങളൊക്കെ കേട്ടു നടക്കുന്നതായിട്ടുള്ള സത്കർമ്മങ്ങൾ ആവുന്നതും ചെയ്യുന്നതായിട്ടുള്ള, അറിയാതെ കണ്ടിത്തരത്തിലുള്ള പാപങ്ങൾ അറിയാതെ പോലും ചെയ്യാത്തതായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നരകം എന്നുള്ളത് ഇതിൽ പറയുന്ന ഈ നരകങ്ങളൊന്നും നമുക്ക് വിധിച്ചിട്ടുള്ളതല്ല. കാരണം നമ്മളിതൊന്നും ചെയ്യാറില്ല. അത് കാരണം കൊണ്ട് നമുക്ക് ഈ നരകത്തിലൊന്നും പോവണ്ട. അങ്ങനെ പോവണ്ടാത്ത ഒരു നരകത്തിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ രണ്ടുമില്ല. പോവേണ്ട ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല, കേൾക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയണത്.
കാരണം ആ നരകത്തിൽ നമ്മൾ പോവാൻ യോഗ്യരല്ല. അപ്പോൾ പിന്നെ എന്തിനാ അപ്പം അതൊക്കെ കേൾക്കുന്നത്? നല്ല കാര്യങ്ങൾ കേൾക്കുകയല്ലേ ആ സമയത്ത് നല്ലത്. ദേവിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ അല്ലാതെ കണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കേട്ടുപോയത് കൊണ്ട് എന്താ നമുക്കൊരു ഗുണം കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പക്ഷേ അങ്ങനെ ആണെങ്കിൽ എന്തിനു വേണ്ടി ദേവി ഭാഗവതം മുതലായിട്ടുള്ളവയിൽ വ്യാസൻ ഇത്രയും ദീർഘമാക്കിക്കൊണ്ട് നോക്കൂ, കഴിഞ്ഞ ഒരു 4 അധ്യായങ്ങളിലായിക്കൊണ്ട് നമ്മൾ ഈ നരകവർണ്ണനയാണ് കേട്ടുവരുന്നത്. അതോ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വിഷയം ഇവിടെ ഓരോരോ അധ്യായത്തിലെ ശ്ലോകങ്ങളും വളരെ അധികമാണ്. എന്ന് പറഞ്ഞാൽ വളരെ വിസ്തരമാണ് എന്ന് പറയുക. എന്തോ ഒന്ന് പറഞ്ഞ ഒരു 10-20 ശ്ലോകത്തോടു കൂടി ആ ഒരു അധ്യായം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതാണിങ്ങനെ വിസ്തരിച്ചിങ്ങനെ ദീർഘമായിട്ട് പറഞ്ഞു പോകുന്നത്. അതേ സമയത്ത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടു സ്വർഗത്തിനെ പറ്റിയൊക്കെ പറയുന്നത് വളരെ ചെറുതായിട്ട് 10-25 ശ്ലോകമുള്ള ഒരു അധ്യായം കൊണ്ട് കഴിച്ചു. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, നല്ല കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചെയ്യും. നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നല്ല ഫലമുണ്ടാവും. ആ നല്ല കാര്യങ്ങൾ ചെയ്യണം, അതിന് ബുദ്ധി പോകണം എന്നുണ്ടെങ്കിൽ ചീത്ത കാര്യങ്ങൾ ചെയ്യാതെ കണ്ടിരിക്കണം. എപ്പോഴാണ് നമ്മൾ ഈ ചീത്ത കാര്യങ്ങൾ ചെയ്യാതെ കണ്ടിരിക്കുക? എപ്പോഴാണോ ആ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഏതേത് നരകത്തിൽ പോയി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്താണ് നമ്മൾ അത്തരത്തിലുള്ള വൃത്തികൾ ചെയ്യാതെ കണ്ടിരിക്കുന്നത്. അതിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് സ്വർഗാദികളിലേക്ക് പോകാം, അല്ലെങ്കിൽ മുക്തി നേടാം. ഇഹത്തിലും പരത്തിലും സുഖവും ആനന്ദവുമായിട്ടുള്ള ക്ലേശങ്ങളൊന്നും അധികമില്ലാത്ത ജീവിതം നമുക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഈ ക്ലേശപൂർണമായിട്ടുള്ള നരകവും നരകത്തിൽ പോകാനുള്ള കാരണവും അവിടെ അനുഭവിക്കുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ഇവിടെ പറഞ്ഞു തന്നു. ഇപ്പം പണ്ടൊക്കെ ഉണ്ട്, പലതും ചെയ്താൽ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്താൽ ഇന്നതാണ് ദോഷം, ഇത് ചെയ്താൽ ഇന്നതാണ് ദോഷം, സന്ധ്യയ്ക്ക് ഉമ്മറത്തിരുന്ന് തലവാരരുത്, തലയിലുള്ള പേനൊക്കെ എടുത്ത് കളയുക, തലവാരിക്കൊണ്ടിരിക്കുക, ഭക്ഷണം കഴിക്കുക, ഇതൊന്നും പാടില്ല, ആ പാപം ഈ പാപം, നരകത്തിൽ പോകും എന്നൊക്കെ പറയണു. എന്താ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയമൊക്കെ നമുക്ക് വിളക്ക് കൊളുത്തി നമഃശിവായ ജപിക്കേണ്ടതായിട്ടുള്ള ദേവീകീർത്തനങ്ങളെ ജപിക്കേണ്ടതായിട്ടുള്ള സമയം. ആ സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കരുത് എന്നർത്ഥം. അപ്പം എന്ത് ചെയ്തു നമ്മുടെ പൂർവികന്മാര്? അങ്ങനെ ഈ പാപങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമ്മളെ പറയുന്ന സമയത്ത് നമുക്കത് ചെയ്യാൻ ബുദ്ധി പോവില്ല, നമ്മൾ ആ പാപകർമ്മങ്ങൾ ചെയ്യില്ല. അപ്പം ഈ പാപകർമ്മങ്ങളൊക്കെ വിധിച്ചിരിക്കുന്നത്, പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഇത്രയും ദീർഘമായിട്ട് പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ഇത് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാനാണോ എന്ന് ചോദിച്ചാൽ ഒരു വിധത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. പേടിപ്പിക്കാൻ തന്നെയാണ്. എന്തിനാ അങ്ങനെ പേടിപ്പിക്കണത് എന്ന് ചോദിച്ചാൽ, അങ്ങനെ പേടിപ്പിച്ചാലല്ലേ നമ്മളത്, അല്ലേ, നാളെ ഹോംവർക്ക് ചെയ്യാണ്ട പോയാൽ മാഷ് ചൂരലെടുത്തോ സ്കെയിലെടുത്തോ തല്ലും, തല്ലിയാൽ വേദനിക്കും എന്നുള്ള ഭയം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ കുട്ടി ഹോംവർക്ക് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ അവൻ ഹോംവർക്ക് ചെയ്യില്ല, അവൻ കളിച്ചു നടക്കും എന്നതുമാതിരി. അപ്പോൾ ആ ഒരു ഭയം ഉള്ളത് കൊണ്ടാണ് ഹോംവർക്ക് ചെയ്യുന്നത്, അല്ലേ? അല്ലെങ്കിൽ നാളെ ഇന്ന സബ്ജക്റ്റാണ്, ഇന്ന പാഠമാണ്, എല്ലാവരും പഠിച്ചു വരണം, ചോദ്യം ചോദിക്കും എന്ന് മാഷ് പറഞ്ഞാൽ പേടിക്കും. എന്താ കാരണം? ചോദ്യം ചോദിച്ച് ഉത്തരം കൊടുത്തില്ലെങ്കിൽ തല്ലുകൊള്ളും, അല്ലെങ്കിൽ ഡെസ്ക് കയറ്റി നിർത്തും, ഇതൊക്കെ ചെയ്യും, ബെഞ്ചിൽ കയറ്റി നിർത്തും, ഇതൊക്കെ ചെയ്യും. അപ്പോൾ ആ അപമാനങ്ങളെയും ദുഃഖങ്ങളെയും പേടിച്ചുകൊണ്ടാണ് ആ കുട്ടി നന്നായി പഠിച്ച് അവിടെ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെ ഇത്രയും വർണ്ണിച്ച് പറയണു എന്ന് മാത്രമാണ് പറഞ്ഞു. അവസാനം ഇതാ അങ്ങനെ പ്രസിദ്ധങ്ങളായിട്ടുള്ള നരകങ്ങളെക്കുറിച്ചും അതിൽ പോകാൻ അവിടെ അനുഭവിക്കുന്ന യാതനകളെക്കുറിച്ചും അതിന് പോകാൻ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ചുമെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നു. ഇനി എന്താ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടിയിട്ട് ഈ 35-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കണു. ഇനി നമുക്ക് 36 മുതലുള്ള അധ്യായങ്ങളെ നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീഹരയേ നമഃ.